നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ കെ എം ഷാജഹാൻ. കഴിഞ്ഞ 24 ദിവസങ്ങളായി കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി CPMൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവ് VS അച്യുതാനന്ദൻ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പക്ഷേ അങ്ങ് ഒരാഴ്ച മുൻപ് VS സ്വച്ഛന്ത മൃത്യുവിലേക്ക് എന്ന് ഒരു വീഡിയോ ചെയ്തു. ഇക്കാര്യം വളരെ ശക്തമായി കേരളത്തെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ അങ്ങയുടെ ആ പ്രവചനം എന്തടിസ്ഥാനത്തിലായിരുന്നു എന്ന് സംശയം കേരളത്തിനുണ്ട്. കാരണം വീണ്ടും ഒരാഴ്ച കൂടി ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു. VS അച്യുതാനന്ദൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് എന്ന് മകൻ അരുൺകുമാർ അങ്ങ് വീഡിയോ ചെയ്ത ദിവസങ്ങൾക്ക് ശേഷം ഒരു പ്രസ്താവനയും നടത്തി. കേരളത്തിൻ്റെ പൊതുഖജനാവിൽ നിന്നുള്ള ഫണ്ട് തന്നെയാണ് VS അച്യുതാനന്ദൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ മുൻ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ കേരളം ഏറെ സ്നേഹിച്ചിരുന്ന VSൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്, താല്പര്യമുണ്ട്. എന്നാൽ അത് സംബന്ധിച്ച കൃത്യമായ മെഡിക്കൽ ബുള്ളറ്റിനുകൾ പുറത്തു വരുന്നില്ല. VS അച്യുതാനന്ദന് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹം വെന്റിലേറ്ററിൽ തന്നെ ഇങ്ങനെ ദിവസങ്ങളോളം തുടരുന്നതിൻ്റെ ആവശ്യകത എന്ത്? ആ ആരോഗ്യനിലയിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ? VS ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നത് കാണാൻ കാത്തിരിക്കുന്ന മലയാളികൾ തന്നെയാണ് ഏറെയും. എൻ്റെ അച്ഛൻ ഒരു തികഞ്ഞ പോരാളിയാണ്, അദ്ദേഹം വീണ്ടും തിരിച്ചു വരും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മകൻ്റെ ചിത്രം നമ്മൾ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം കണ്ടു. എന്താണ് VS അച്യുതാനന്ദന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സോമനെ, ഞാൻ ഒരു വീഡിയോ അല്ല, ഞാനൊരു 7 വീഡിയോകൾ VS ആശുപത്രിയിലായിരുന്നപ്പോൾ ചെയ്തു. അതിലൊരു വീഡിയോയുടെ തലവാചകം VS സ്വച്ഛന്ത മൃത്യുവിലേക്ക് എന്ന് പറഞ്ഞൊരു ചോദ്യചിഹ്നം ആയിരുന്നു. ആ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ 4 ദിവസമായി. അപ്പം അത് ഞാൻ ഉപയോഗിച്ചത് കേരളത്തിലെ പ്രമുഖ മാധ്യമപ്രവർത്തകനും ഇടതുപക്ഷ പ്രവർത്തനമായിട്ടുള്ള ശ്രീമാൻ G ശക്തിധരൻ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അതിനുശേഷവും ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. സ്വയം പറഞ്ഞ പോലെ VS എന്ന് പറയുന്ന ആ ഒരു ലെജൻഡറി ആയിട്ടുള്ള മനുഷ്യൻ ആശുപത്രിയിലായിട്ട് ഇന്ന് 24 ദിവസം കഴിഞ്ഞു. 24 ദിവസം, ഇനി 6 ദിവസം കഴിഞ്ഞാൽ ഒരു മാസം പൂർത്തിയാവും. VSനെ സംബന്ധിച്ചിടത്തോളം VSന് 102 വയസ്സ് കഴിഞ്ഞു. 103 എന്നാണ്. അതെ, 102 വയസ്സ് കഴിഞ്ഞു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജൂൺ 23-ാം തീയതി VSനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ VSന് ഒരു ഹാർട്ട് അറ്റാക്കും ഒരു കാർഡിയാക് അറസ്റ്റും ഉണ്ടായിട്ടാണ് കൊണ്ടുവരുന്നത്. വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് എന്നല്ല, കാർഡിയാക് അറസ്റ്റ് വരെ ഉണ്ടായിട്ടാണ് കൊണ്ടുവരുന്നത്. 102 വയസ്സ്. അപ്പം അങ്ങനെ കൊണ്ടുവന്നു. ഇപ്പോൾ 24 ദിവസം കഴിഞ്ഞിരിക്കുന്നു. സോമൻ പറഞ്ഞതിനകത്ത് തന്നെ ചില കാര്യങ്ങളുണ്ട്. അതായത് CPMൻ്റെ നേതാവ് എന്നതിനപ്പുറത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി കൂടിയായിരുന്നു VS 5 വർഷക്കാലം. സ്വാഭാവികമായും കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ VS ആശുപത്രിയിൽ കിടക്കുമ്പോൾ VSൻ്റെ ആരോഗ്യനില എന്താണ് എന്ന് അറിയാനുള്ള ബാധ്യത പൊതുജനത്തിനുണ്ട്. കാരണം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭരണഘടനാ ചുമതലയിലാണ് VS ഇരുന്നത്. 2, കേരളത്തിലെ നികുതിദായകരുടെ പണം ഉപയോഗിച്ചാണ് VSൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനപ്പുറത്ത് കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ളതിൽ VS നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് VSൻ്റെ ആരോഗ്യാവസ്ഥ എന്ന് അറിയാനുള്ള ഉത്തരവാദിത്വം ജനങ്ങൾക്കുണ്ട്. VS സ്വച്ഛന്ത മൃത്യുവിലേക്ക് എന്ന് G ശക്തിധരൻ എഴുതി. അത് G ശക്തിധരൻ്റെ അവകാശം. G ശക്തിധരൻ്റെ ഒരു കാഴ്ചപ്പാട് എഴുതി. അതിൻ്റെ യുക്തി അതിനകത്ത് തന്നെ G ശക്തിധരൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉദ്ധരിച്ചുകൊണ്ട് ഞാനും ഒരു വീഡിയോ ചെയ്തു. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം VSൻ്റെ ആരോഗ്യം സംബന്ധിച്ച് ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കിൽ നിന്നെല്ലാം എനിക്കും അത് ബോധ്യമാകുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെ അവസാനമായിട്ട് ചെയ്ത വീഡിയോയിൽ 23-ാം തീയതി മുതൽ എനിക്കൊന്ന് 13-14-ാം തീയതി വരെയുള്ള മുഴുവൻ മെഡിക്കൽ ബുള്ളറ്റിനുകളും വിശകലനം ചെയ്തുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അതിൽ ഞാനിപ്പോൾ നോക്കുമായിരുന്നു, ഒരു 10-11 ദിവസമായി ആ മെഡിക്കൽ ബുള്ളറ്റിനിൽ ഒരേ ഒരു വാചകമാണുള്ളത്: ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. ഇതാണ് ഒരു 8-10 ദിവസം. അതിൽ ഇന്നലെ ഒരു ചെറിയ 2 സെൻറ്റൻസുകൾ കൂടി ചേർന്നിട്ടുണ്ട്. പക്ഷേ
കഴിഞ്ഞ 8-10 ദിവസമായിട്ട് ഇങ്ങനെ ഈ മാറ്റമില്ലാതെ. അപ്പോൾ ഈ മാറ്റമില്ലാതെ തുടരുന്നു എന്ന് ജനങ്ങളെ അറിയിച്ചാൽ മതിയോ എന്നുള്ളൊരു പ്രശ്നം അവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ ഇന്നലെ വന്നതിനകത്ത് പറയുന്നത് വെന്റിലേറ്ററും ഡയാലിസിസ് സപ്പോർട്ടും. അപ്പോൾ വെന്റിലേറ്ററും ഡയാലിസിസ് സപ്പോർട്ടും എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ അർത്ഥം എന്താ? നമ്മളത് ജനങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കണമല്ലോ. പിന്നെ സ്വയംനോട് ഞാനൊരു കാര്യം പറയാം. VS-ന് കൊടുക്കുന്ന ചികിത്സ അത് സംബന്ധിച്ചൊക്കെ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അല്ല, പക്ഷേ ഏറ്റവും ശക്തമായ ചികിത്സ തലസ്ഥാനത്തെ ഒരു വലിയ പേരുള്ള സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ലഭ്യമാക്കുന്നില്ലേ? സുമനെ, അതിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല. ലഭ്യമാകുന്നത് ചികിത്സയാണോ അതോ എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണോ എന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പം മെഡിക്കൽ റിപ്പോർട്ടിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത് എന്താ? ഇന്നലത്തെ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് വെന്റിലേറ്റർ സപ്പോർട്ടും ഡയാലിസിസും. അപ്പോൾ ഈ വെന്റിലേറ്റർ സപ്പോർട്ടും ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവണ്ടേ? അതെ, എന്താണ് വെന്റിലേറ്റർ സപ്പോർട്ടും? അപ്പോൾ ഞാനിത്രേ പറയുന്നുള്ളൂ. കാരണം VS ഇങ്ങനൊരവസ്ഥയിൽ കിടക്കുമ്പോൾ ഇതിനപ്പുറത്തേക്ക് എനിക്ക് പോകാൻ വയ്യ. പക്ഷേ ഒരുപാട് ദുരൂഹതകളും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ VS-ന് നൽകുന്ന ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഒന്ന്, ആ ചികിത്സ സർക്കാർ നേരിട്ടിടപെട്ടല്ല, മകനും കുടുംബവുമാണ് നോക്കുന്നത്. സോമൻ, അതിനകത്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. സോമൻ ആ പ്രശ്നത്തിലേക്ക് വന്നു. അതായത് സർക്കാരും മകനും കുടുംബവുമാണ് എന്ന് സോമൻ വന്നു. അപ്പോൾ അതിൽ തന്നെ ചില മറുപടികൾ അതിനകത്തുണ്ട്. ഒന്ന്, അതിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട മറുപടി എന്താണ്? VS-ൻ്റെ ചികിത്സാ കാര്യങ്ങൾ മകൻ മാത്രം നോക്കിയാൽ മതിയോ? പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട്. മകൻ മാത്രം നോക്കിയാൽ മതി എന്നുള്ളത് നമുക്ക് ആദ്യം അതൊന്ന് സെറ്റിൽ ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് പാർട്ടിയിലേക്ക് പോകാം. കാരണം VS-ൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ VS-ൻ്റെ ഭാര്യ വസുമതി നഴ്സ്, ഹെഡ് നഴ്സൊക്കെ ആയിരുന്നു റിട്ടയർ ചെയ്ത്. പിന്നെ VS-ൻ്റെ മൂത്ത മകൾ ആശയുടെ ഭർത്താവ് പിന്നെ തങ്കരാജ്, പിന്നെ അരുൺകുമാർ. ഇത്രയും പേര് അടങ്ങുന്നതാണല്ലോ കുടുംബം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, VS-ൻ്റെ ഭാര്യയ്ക്ക് ഇതിനകത്ത് ഒരു റോളും ഉള്ളതായി ഇതൊക്കെ ആദ്യമായിട്ട് പുറത്ത് ഞാൻ പറയുന്നതാണെന്ന് ഓർക്കണം, ഉള്ളതായി എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ന് മാത്രമല്ല, VS-ൻ്റെ ഭാര്യയോട് എനിക്ക് ആ കാര്യത്തിലൊരു ബഹുമാനവുമുണ്ട് എന്നിപ്പോൾ ഞാനൊന്ന് പറഞ്ഞു വെക്കുകയാണ്. എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, VS-ൻ്റെ ഭാര്യ ദീർഘകാലം ഹെഡ് നഴ്സായിരുന്നു. അതുകൊണ്ട് VS-ന് കൊടുക്കുന്ന ചികിത്സ സംബന്ധിച്ച് അത് ഏതായിരിക്കണം ശരി, ഏതായിരിക്കണം തെറ്റ് എന്നൊക്കെ ഉള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം 15 കാലം ഒരു ഹെഡ് നഴ്സായിരുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം അവർ മാസങ്ങൾ മുമ്പ് തന്നെ കുടുംബത്തിലുള്ള മറ്റുള്ളവരോട് VS-ൻ്റെ കാര്യത്തിൽ യുക്തമായിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനം എടുത്തോളൂ എന്നവർ പറഞ്ഞിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ എന്ന് മാത്രം. കാരണം അപ്പം അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്താണ്? അവിടെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഞാനതിനകത്തൊന്നും പറയുന്നില്ല, നിങ്ങളെന്താ വെച്ചാൽ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്. രണ്ട്, ആശുപത്രിയിൽ VS-നെ പ്രവേശിപ്പിച്ചതിന് ശേഷം ഒരു 2-3 പ്രാവശ്യത്തിനപ്പുറത്ത് വസുമതി നഴ്സ് പിന്നെ അവിടെ ആശുപത്രിയിൽ വന്നതായിട്ട് അറിയില്ല. അതെ, വീട്ടിൽ തന്നെ തുടരുകയാണ്. പിന്നെ ഉള്ളത് മരുമകനാണ്. മരുമകനും ഈ പറഞ്ഞതുപോലെ സജീവമായി അവിടെ വന്ന് കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഞാൻ കൃത്യമായ വിവരങ്ങളാണ് ഞാനീ പറയുന്നത്. പിന്നെ VS-ൻ്റെ മൂത്ത മകളാണ്. അവരും ഡോക്ടറല്ല, VS-ൻ്റെ മകനും ഡോക്ടറല്ല. മൂത്ത മകൾ ഈ പറഞ്ഞ പോലെ ദിവസത്തിൽ ഒരു തവണയൊക്കെ വന്നിട്ട് പോകും. അപ്പോൾ ഇത് ട്രിക്കിൾ ഡൗൺ ചെയ്യുന്ന എന്താണ്? ഇതിൽ മൊത്തം കൺട്രോള് VS-ൻ്റെ കാര്യത്തിൽ ടോട്ടൽ കൺട്രോള് എടുത്തിരിക്കുന്നതും VS-ൻ്റെ കാര്യത്തിൽ ആദ്യാവസാനം എല്ലാ തീരുമാനവും എടുക്കുന്നത് ഒരേ ഒരാളാണ്, അത് മകനാണ്. അല്ല, മകൻ വേണ്ട അത്തരം കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞത് അതൊക്കെ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. മകനാണ് ഇത് മൊത്തത്തിൽ കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മകൻ കുറച്ച് ദിവസങ്ങളായി അത് ഡോക്ടർമാരുടെ എല്ലാം പൊതു തീരുമാനമാണ് എന്നൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് മകൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളത് കാണുന്നുണ്ട്. എന്നാൽ മകൻ്റെ തീരുമാനത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ
ഡോക്ടർമാരുടെ ഇതല്ല അന്തിമ തീരുമാനം എന്നും അതിനകത്ത് വരുന്നുണ്ട്. അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ്. മകൻ ഇത് പിന്നെ ഒരു ആധിപത്യം സ്ഥാപിച്ചത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പല കോണുകളിലും വളരെ രൂക്ഷമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു പോകുന്നു. ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നു. പല കോണുകളിൽ നിന്നും വലിയ അഭിപ്രായ വ്യത്യാസം ഇതിനകത്തുണ്ട്. ഇനി അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം, ഇത് കംപ്ലീറ്റ് മകൻ്റെ ഒരു അധീശത്വത്തിൽ പോകുന്നത് ശരിയാണോ എന്നുള്ളടത്തേക്കാണ് ഞാൻ ഇനി വരാൻ പോകുന്നത്. കാരണം മകൻ ഡോക്ടറല്ല, മകൻ ഇതിനെക്കുറിച്ചിട്ട് യാതൊരു പിടിപാടുമില്ല. പിന്നെ സോമിനോട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. 2019 മുതലാണ് BSc ഈ രോഗാവസ്ഥയിലേക്ക് വരുന്നത്. അത് സംബന്ധിച്ചൊക്കെ പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട്. 2019 BSc സ്ട്രോക്ക് വരുന്നത്. സ്ട്രോക്ക് വന്നതിന് ശേഷം BSc ചെസ്റ്റ് ഇൻഫെക്ഷനും പിന്നെ ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നു. അത് കഴിഞ്ഞ് BSc കോവിഡ് വന്നു. അപ്പോൾ 4ാമത്തെ ഘട്ടത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഈ 2019 മുതൽ BSc രോഗാവസ്ഥയിലേക്ക് വന്നപ്പം മുതലുള്ള കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പുറത്ത് വരും. അതൊന്നും ഇപ്പോൾ നമ്മൾ പറയാൻ പാടില്ല, അധാർമികമാണ്. പക്ഷേ അത് വരേണ്ട സമയത്ത് വരും. ഞാൻ അതിലേക്ക് തിക്കി പോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞു വെച്ചേക്കാം. 2019 മുതൽ, അല്ലെങ്കിൽ അതിനു മുമ്പ് മകൻ സ്വാധീനം ചെലുത്തിയിരുന്നില്ല എന്നല്ല, 2019 മുതൽ BSc രോഗാവസ്ഥയിലായതിനു ശേഷം 2019 മുതൽ തന്നെ മകൻ്റെ ആധിപത്യമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഈ മകൻ്റെ ആധിപത്യം BSന് പിന്നെ കിട്ടേണ്ട പോലത്തെ ചികിത്സ കിട്ടുന്നതിൽ, BSൻ്റെ രോഗാവസ്ഥ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിലൊക്കെ മകൻ്റെ ഈ ആവശ്യമില്ലാത്ത ഇടപെടൽ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെ സംബന്ധിച്ചൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അതൊക്കെ പോകേണ്ട സമയത്ത് ഞാൻ തന്നെ പോകും. ഞാൻ ഇത്രേ പറഞ്ഞു വെക്കുന്നുള്ളൂ. BSൻ്റെ രോഗാവസ്ഥ വന്നതിന് ശേഷം ഉള്ള കാലഘട്ടത്തിൽ ഉൾപ്പെടെ ഈ പയ്യൻ്റെ ഇയാളുടെ ഇടപെടൽ കൊണ്ട് ഒരുപാട് വീഴ്ചകളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വീഴ്ചകൾ BSൻ്റെ ആരോഗ്യത്തിൽ ഗുരുതരമായിട്ടുള്ളത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ അത് വസ്തുനിഷ്ഠമായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴും യഥാർത്ഥത്തിൽ പിന്നെ BSൻ്റെ ചികിത്സ സംബന്ധിച്ച് അന്തിമ അഭിപ്രായം മകനല്ല പറയേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്ന് എന്ന് പറയുന്നത് കുടുംബം ഒറ്റക്കെട്ടായി പറയണം. കുടുംബം ഒറ്റക്കെട്ടല്ല. കുടുംബം ഒറ്റക്കെട്ടാണെന്നൊക്കെ അവർ പറയും. പക്ഷേ കുടുംബം ഒറ്റക്കെട്ടല്ല. ഒരു തർക്കവും എനിക്ക് അക്കാര്യത്തിലില്ല. ഇനി BS എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ആ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ആ മുൻ മുഖ്യമന്ത്രിയുടെ പിന്നെ ആരോഗ്യം സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള അവസാന അധികാരി ഒരു കാരണവശാലും അങ്ങനെയാകാൻ പാടില്ല. കാരണം BS കേരളം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റാണ്. ഇന്ന് CPM ഉണ്ടായപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്ന 32ാമത്തെ ആളാണ് BS. ആ BSൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്ന ലോജിക്ക് അനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. അപ്പം മകൻ എന്താണ് ചെയ്യേണ്ടത്? മകൻ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം BS എങ്ങനെയാണ് BS ആയത്? BS ഇത്രയും വലിയ BS ആയി മാറിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടല്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുണ്ടല്ലേ. അപ്പം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എന്താണ് സോയ്മോനെ? എത്രയോ കാര്യങ്ങൾ, നമ്മൾ AK ജിയുടെ കാര്യം നോക്ക്, നമ്മൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ കാര്യം നോക്ക്, നമ്മൾ നായനാരുടെ കാര്യം നോക്ക്, നമ്മൾ സുശീല ഗോവലിൻ്റെ കാര്യം നോക്ക്, നമ്മൾ ഇമ്പിച്ചു ബാബയുടെ കാര്യം നോക്ക്, ഇവരെല്ലാവരും ചടയങ്കോവിന്ദൻ്റെ കാര്യം നോക്ക്. നമ്മൾ ഇവരെല്ലാവരുടെയും രോഗാവസ്ഥയിൽ ആദ്യാവസാനം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ പാർട്ടിയല്ലേ. ഓരോരുത്തരുടെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞില്ല. കോടിയേരി ബാലകൃഷ്ണ കാര്യം മാത്രം നമ്മൾ നോക്ക്. അദ്ദേഹത്തെ വിദേശത്തേക്ക് വിട്ടത് മുതൽ. അതേസമയം ഇവിടെ നമ്മൾ കാണുന്ന എന്താണ്? VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ ലെജൻഡറി ലീഡറിൻ്റെ ആരോഗ്യാവസ്ഥയിൽ ഒരു ചുക്കും ചുണ്ണാമോ അറിയാൻ പാടില്ലാത്ത അങ്ങരുടെ മകൻ പിന്നെ തീരുമാനം എടുക്കുകയാണ്. ഈ തീരുമാനങ്ങളിൽ ഒരു പിടി വീഴ്ചകളുണ്ട്. പക്ഷേ ആ വീഴ്ചകളൊന്നും ഇപ്പോൾ പറയുന്നില്ല. കാരണം പിന്നൊരു അവസരത്തിൽ എണ്ണി പറയാനുണ്ട്. ഇപ്പോൾ സോയ്മൻ തന്നെ കഴിഞ്ഞു കുറച്ച് മുമ്പേ പറഞ്ഞു. എന്ത് പറഞ്ഞു? പുരോഗതിയുണ്ട് എന്നവൻ്റെ ഫേസ്ബുക്ക്. അതൊക്കെ പച്ചക്കള്ളമാണ്. ഈ ചെറുക്കൻ 4-5 ദിവസങ്ങൾക്ക് മുമ്പ് പറയാണ് ചില ആശയുടെ കിരണങ്ങൾ കാണാനുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ആശയുടെ കിരണങ്ങൾ എന്താണെന്ന് പറയണ്ടേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വളരെ അത്യാസന്ന നിലയിൽ ഈ ജീവൻ രക്ഷാ എക്യുപ്മെൻറ്റുകളുടെ പിന്നെ സഹായത്താൽ മാത്രം BS ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. BS ജീവിച്ചുകൊണ്ടിരിക്കണം തന്നെ ഉള്ളതാണ് നമ്മുടെ അഭിപ്രായം. അതല്ലാത്ത തീരുമാനമൊക്കെ അവരുടേതാണ്. പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ട് കൃത്രിമമായ പ്രതീക്ഷകളും
കൃത്രിമമായിട്ടുള്ള വാർത്തകളും ഈ ചെറുക്കം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും വി എസിൻ്റെ കാര്യത്തിൽ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. പിന്നെ വി എസിൻ്റെ കാര്യത്തിൽ പിന്നെ പാർട്ടിക്ക് മൊത്തമായി വിട്ടുകൊടുക്കല്ലേ വേണ്ടത്. എന്ത് ചികിത്സ കൊടുക്കണം, എവിടം വരെ ചികിത്സിക്കണം. ഇപ്പം ഞാൻ പറയും, ഇപ്പം 100 വയസ്സ് കഴിഞ്ഞ ആളുകളുണ്ട്. ആ 100 വയസ്സ് കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി ചികിത്സ കൊടുക്കണോ വേണ്ടേ? ഇപ്പോൾ വി എസിനെ സംബന്ധിച്ചിടത്തോളം തന്നെ വി എസ് പിന്നെ വെന്റിലേറ്റർ മാറ്റിയാലും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് തെറ്റായ വാർത്തകൾ. അങ്ങ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നല്ലോ, വി എസിനെ നേരിൽ കണ്ടോ? അകത്ത് കയറി? ഞാൻ സോമനോട് പറയട്ടെ, ഞാൻ വി എസിനെ കണ്ടിട്ട് 14 വർഷമായി. അങ്ങ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു എന്ന പത്രവാർത്തകൾ ഉണ്ടായിരുന്നു? അല്ല, പറഞ്ഞു. ഞാൻ പറയുന്നു, ഞാനൊരു 13 14 ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ ആ ആശുപത്രിയിൽ ഞാനുണ്ടായിരുന്നു. ഞാനും എൻ്റെ സുഹൃത്ത് ശക്തിധരനും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വി എസിനെ കാണണം എന്ന ആഗ്രഹം ഇല്ലായിരുന്നു, അത് ഞാൻ പറയാം. പക്ഷേ ആഗ്രഹം ഇല്ലായിരുന്നു എന്ന് പറയുമ്പോഴും വി എസിൻ്റെ ഏറ്റവും പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ ചെറിയ പങ്ക് വഹിച്ചിട്ടുള്ളവരുമായിട്ടുള്ള ഞങ്ങൾ അവിടെ ഉണ്ട് എന്നറിഞ്ഞിട്ടും ഈ മകൻ എന്ന് പറഞ്ഞ ഈ അരുൺകുമാർ ഇത്രയും ദിവസം ഞങ്ങളവിടെ ഉണ്ടായിരുന്നിട്ട് ഒരു തവണ പോലും ഞങ്ങളോട് ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഞങ്ങളോടൊരു കാര്യം പറയാനോ അയാൾ തയ്യാറായിട്ടില്ല. അതിൻ്റെ കാരണം എന്താണ്? അത് എനിക്കറിയത്തില്ല. ഈ എന്ത് തന്നെ കാരണം ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഞങ്ങളൊരു പങ്കുവഹിച്ചിട്ടുള്ള ആളുകളല്ലേ എന്ന് മാത്രമല്ല കൃത്യമായിട്ടുള്ള വാർത്തകളിലൂടെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു. അല്ല, ഈ വിമർശനങ്ങളാണോ ഇനി അരുൺകുമാറിനെ ചൊടിപ്പിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് അപ്പം അതൊക്കെയാണ് അയാൾക്ക് പ്രധാനം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വി എസ് കിടന്ന് നരയിക്കാൻ പാടില്ല. വി എസിൻ്റെ ആരോഗ്യം സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരണം. സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പിണറായി വിജയൻ അമേരിക്കയിലാണ് മടങ്ങി വരുന്നത് വരെ ഒരു പക്ഷേ വി എസ് അച്യുതാനന്ദൻ്റെ വെന്റിലേറ്ററിൽ തന്നെ തുടരും എന്നൊക്കെ ഉള്ള തലത്തിൽ ചില ഫേസ്ബുക്ക് കുറിപ്പുകളൊക്കെ ഇട്ടിരുന്നു. നമുക്ക് ആ കുറിപ്പുകളെ അത്ര കണ്ട് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ ഇപ്പോൾ പിണറായി വിജയൻ തിരിച്ചു വന്നു, ആ യാത്രയുമായി ഇതിന് ബന്ധമൊന്നുമില്ല എന്നല്ലേ? അതായിരിക്കാം. എന്തായാലും പിണറായി വിജയൻ അമേരിക്കയിലായിരുന്ന കാലഘട്ടത്തിൽ വി എസ് മരിച്ചില്ല. അതെ, മനസ്സിലായോ? പക്ഷേ വി എസ് എപ്പോൾ മരിക്കും എന്നുള്ളതൊന്നും നമുക്ക് പിന്നെ പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ ഇയാൾ 10 ദിവസമായിരുന്ന സമയത്ത് അവിടെ അയാൾ മരിച്ചത്. അപ്പം അത് പറയുമ്പോൾ ഇപ്പം മകൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിലുള്ള ശക്തമായിട്ടുള്ള വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്തു. മകൻ ഈ ചെയ്യുന്നത് 100% തെറ്റാണ് എന്നുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞു. മകൻ ശരിക്കും അച്ഛനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള അച്ഛനെ അച്ഛനാക്കി മാറ്റിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ചുമതല ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു മകൻ ചെയ്യേണ്ടത്. എൻ്റെ അച്ഛന് കിട്ടാവുന്ന ചികിത്സ മുഴുവൻ കിട്ടിക്കഴിഞ്ഞു, അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ ഇനി പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് പറയുകയായിരുന്നു മകൻ ചെയ്യേണ്ടത്. അതിന് പകരം മകന് ഇതിനെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാതെ മകൻ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളും ഏറ്റെടുത്ത് അതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. അതിലുള്ള കഴിഞ്ഞ കുറച്ചേറെ വർഷങ്ങളായി വി എസ് അച്യുതാനന്ദനെ കുറിച്ച് ഒരു ചിത്രമോ ഒരു കാര്യവും വി എസിനെ സംബന്ധിക്കുന്ന ഒരു കാര്യവും പൊതുമണ്ഡലത്തിലേക്ക് വരുന്നില്ല. തികച്ചും ഒരു സ്വകാര്യത പിന്തുടരുകയാണ് ആ കുടുംബം. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ അവസാനം ബംഗളൂരുവിൽ ചികിത്സയിലിരിക്കുമ്പോൾ ഒരു വീൽ ചെയറിൽ രോഗാവസ്ഥയിലിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ചിത്രമൊക്കെ കുടുംബാംഗങ്ങൾ തന്നെ മാധ്യമങ്ങൾക്ക് നൽകി. അത് കഴിഞ്ഞ് ബംഗളൂരു ചികിത്സ കഴിയുന്ന ഘട്ടത്തിലുള്ള ഏറ്റവും ദുർബലാവസ്ഥയിലുള്ള ചിത്രങ്ങൾ വരെ അവർ യാതൊരു സങ്കോചവും കൂടാതെ കൈമാറി. പക്ഷേ വി എസ് അച്യുതാനന്ദൻ്റെ അങ്ങ് പറഞ്ഞ പോലെ 2019 ശേഷമുള്ള ചിത്രങ്ങളില്ല. വി എസിന് അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? കുടുംബത്തിൻ്റെ സംരക്ഷണയിലാണ് എന്ന വിശ്വാസം മാത്രമേ മലയാളികൾക്കുള്ളൂ. സുമൻ, ഇതിനകത്തൊക്കെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു വി എസ് എങ്ങനെയാണ് വി എസ് ആയി വന്നത്. അപ്പം വി എസ് ആയി വന്നത് ജനങ്ങളുടെ ഇടയിൽ കൂടെ വന്നു, കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുണയിൽ വന്നു. അവിടെ ചില പാർട്ടി നേതാക്കളൊക്കെ വി എസിനെ സന്ദർശിക്കാൻ ആശുപത്രിയിൽ എത്തി എന്ന പത്രവാർത്തകളുണ്ട്. അവർ കണ്ടിരുന്നോ? അല്ല, ഞാൻ അതിലേക്ക് വന്നോട്ടെ. 2019 മകൻ വി എസിനെ അങ്ങ് ഏറ്റെടുക്കുകയാണ് മകൻ. പിന്നെ 2019 കഴിഞ്ഞ് പിന്നെ മകൻ മാത്രമേ ഉള്ളൂ വി എസ്. മകൻ്റെ കാര്യത്തിലാണ്, മകനാണ് പിന്നെ വി എസിൻ്റെ. അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. എൻ്റെ അഭിപ്രായത്തിൽ വി എസിനെ പെട്ടെന്ന് ജനങ്ങളിൽ നിന്ന് അങ്ങ് മാറ്റിക്കളഞ്ഞ് ഈ മകൻ പെട്ടെന്ന്. ഞാൻ പറഞ്ഞപ്പോൾ ദിവസവും വീട്ടിൽ വി എസിനെ കാണാൻ 100 കണക്കിന് ആളുകൾ വരണമെന്നല്ല ഞാൻ പറയുന്നത്. ആരെ കാണണം ആരെ കാണണ്ട എന്ന് തീരുമാനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പോലും കാണാൻ അനുവദിക്കാതിരുന്നിട്ടുണ്ട് മകനെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് സോമൻ വന്നിട്ടുള്ളത്.
ഇപ്പം മകൻ പാർട്ടിയോട് ഏറ്റെടുക്കണം എന്ന് പറയണം എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ പാർട്ടി ഇങ്ങോട്ട് ഇടപെടണ്ടേ സോയിമോനെ? വേണം വേണം, പാർട്ടി പറയണ്ടേ? ആ ഇടപെടണം എന്ന് പറയുന്ന പാർട്ടി ഇപ്പം എന്താ ചെയ്യുന്നത്? ഞാൻ ഏറ്റവും പുതിയതായിട്ട് ചെയ്ത വീഡിയോ ഒന്നറിയോ? VS ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കുമായിരുന്നു ഇതിനേക്കാളും ഭേദമെന്ന്. അതാണ് എൻ്റെ അവസാനം. അല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആശുപത്രിയിൽ ദിവസം ഒരു തവണയെങ്കിലും ചെന്ന് അന്വേഷിക്കാൻ ബാധ്യതയുണ്ട്. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ കെട്ടിപ്പടുത്ത നേതാവ്, ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഇതിഹാസം, അത്തരമുള്ള ഒരു അധികായനെ ഇങ്ങനെ അനാഥമാക്കി ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് തള്ളിവിട്ട് ഇവിടെ പാർട്ടി IKG സെൻറ്ററിൽ ചടഞ്ഞിരിക്കുന്നു, മുഖ്യമന്ത്രി അങ്ങ് സെക്രട്ടേറിയറ്റിൽ ചടഞ്ഞിരിക്കുന്നു. വലിയ ഒരു വിരോധാഭാസമാണ് കാണുന്നത്. സുമന, ഞാൻ എൻ്റെ ചില കണക്കുകൾ പറഞ്ഞുതരാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2002 മറ്റോ ആണ് പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിൽ വരുന്നത്. 2002 മുതൽ 2010 വരെ VS പിണറായി വിജയൻ ഒരുമിച്ച് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന്. 2010 VS പോളിറ്റ് ബ്യൂറോയിൽ പോയി. VS പോളിറ്റ് ബ്യൂറോയിൽ വരുന്നത് എന്താണെന്നറിയോ പിന്നെ സോയിമോന്? 985. അപ്പോൾ VS പോളിറ്റ് ബ്യൂറോയിൽ വന്ന് 17 വർഷങ്ങൾക്ക് ശേഷം പോളിറ്റ് ബ്യൂറോയിലേക്ക് വന്ന ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള നേതാവാണ് പിണറായി വിജയൻ. ആലോചിച്ച് നോക്കണം. 1. 2, വേറെ 2 പേരും കൂടെ ഉണ്ട്. MA ബേബി 2 പതിറ്റാണ്ട് കൂടുതലായിട്ട് പോളിറ്റ് ബ്യൂറോയിലുണ്ട്. അതെ. ഇനിയിപ്പോൾ ഓരോരുത്തരുടെ കണക്ക് നമ്മൾ എടുക്കുക. ഇന്ത്യയിൽ പാർട്ടി, ഇപ്പം ഇന്ത്യയിൽ ഒരു നേതാവ് മരിച്ചു കഴിഞ്ഞാൽ വേറൊരു നേതാവ് ഈ പാർട്ടിക്ക് ഉണ്ടെന്ന് പറയാം. ഇനി VS അച്യുതാനന്ദൻ മരിച്ച ഒരു നേതാവെന്ന് പറയാൻ പോലും ഇല്ല. പാർട്ടി ഉണ്ടാക്കിയവരിൽ മുഴുവൻ പേരും തീർന്നു. ആ VS അച്യുതാനന്ദൻ അത്യാസന്ന നിലയിൽ ഈ ആശുപത്രിയിൽ കിടന്നിട്ട് 24 ദിവസമായി. പിണറായി വിജയൻ വന്ന ഒരേ ഒരു തവണ. MA ബേബി എന്ന് പറയുന്ന ദേശീയ സെക്രട്ടറി, മലയാളിയല്ലേ, അയാൾ വന്ന എത്ര എന്നറിയോ? 3 തവണ. MV ഗോവിന്ദൻ മാസ്റ്റർ വന്നത്. MV ഗോവിന്ദൻ മാസ്റ്ററാണ് ഇത് മൊത്തം നിയന്ത്രിക്കേണ്ട ആൾ പാർട്ടി സംസ്ഥാനത്ത്. 3 തവണ. ആരോഗ്യമന്ത്രി വന്നത്. അവർക്ക് 2 ഉത്തരവാദിത്തങ്ങളുണ്ട്. പാർട്ടി എന്നുള്ള നിലയിൽ ഉത്തരവാദിത്തമുണ്ട്, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി 2 തവണ. മനസ്സിലായില്ലേ? ഏറ്റവും ഗതികെട്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞാൻ ശക്തീകരണമൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ചില സമയത്തൊക്കെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ സൗമ്യനെ സഹിക്കാൻ മേലാത്തതെന്ന് വെച്ചാൽ 3 പോലീസുകാർ മാത്രം. ഈ 3 പോലീസുകാരെന്ന് പറഞ്ഞാൽ ആരാ? അച്യുതാനന്ദൻ്റെ അംഗരക്ഷകർ. അവരുടെ ഉത്തരവാദിത്തമാണ് അവിടെ പോയിരിക്കണം എന്നുള്ളത്. പിന്നെ കുറച്ച് പേര് അവിടെ വരും. അത് VS ആശ്രിതരായി. VS കൂടെ നേരത്തെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നവർ, പെൻഷൻ കിട്ടുന്നവർ, VS കൊണ്ടുവരാൻ എന്തെങ്കിലും. ഇതല്ലാതെ ഒരു ബ്രാഞ്ച് മെമ്പർ പോലും. നമ്മളൊക്കെ ഷോക്കായി പോകുന്നത് എന്താണ്? ഒരു ലോക്കൽ സെക്രട്ടറി ആശുപത്രി കിടന്നാൽ പോലും ഒരു 10 പാർട്ടി മെമ്പർമാർ അവിടെ വരും. ഒരു ലോക്കൽ സെക്രട്ടറി. ആ സ്ഥാനത്ത് ഈ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി 70 വർഷക്കാലത്തിലധികം പ്രയത്നിച്ച ഒരു മനുഷ്യൻ. സോമനെന്ന് ആലോചിച്ച് നോക്കും. 82 വയസ്സിലാണ് മതികെട്ടാൻ കയറിയത്. പൂയംകുട്ടി, മതികെട്ടൻ, എവിടെയൊക്കെ കമ്പകല്ല്, കടവരി. 92 വയസ്സിലാണ് ശബരിമല കയറിയത്. ഇന്നലെ ഒരുത്തൻ ട്രാക്ടറെ കയറി പോയ ഇതാണ്. അപ്പം ഈ പാർട്ടി കാണിക്കുന്ന അതിക്രൂരമായിട്ടുള്ള അവഗണനയുണ്ടല്ലോ VS അച്യുതാനന്ദനോട്. അതൊരു പക്ഷേ പ്രകടിപ്പിക്കാൻ ജനം ഇറങ്ങി വന്ന്, പണ്ട് പറഞ്ഞ പോലെ കണ്ണേ കരളെന്നൊന്നും പറഞ്ഞ് ജനം ഇറങ്ങി വന്നെന്നിരിക്കില്ല. പക്ഷേ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ഇത് കേരളത്തിലെ ലക്ഷക്കണക്കിന് സാധാരണ പാർട്ടി അംഗങ്ങളുടെ മനസ്സിനെ വല്ലാതെ മതിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതെങ്ങനെ അവർ പ്രതിഫലിപ്പിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ഞാൻ ഇപ്പോൾ പറയും. ഇതിന് മറുവശം ഒരു രാഷ്ട്രീയമില്ല. 2016 അന്ന് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ എത്തിയതിന് തൊട്ട് പിന്നാലെ VS അച്യുതാനന്ദൻ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ, അതിന് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്തു. പിന്നീട് ഭരണപരിഷ്കാര ചെയർമാനാക്കുന്നു. പക്ഷേ 2019 വീടിൻ്റെ ഉൾത്തളങ്ങളിലേക്ക് പിൻവലിഞ്ഞതോടെ യാതൊരുവിധ പ്രതികരണങ്ങളും പിന്നീട് VS അച്യുതാനന്ദനിൽ നിന്ന് കേരളം കേട്ടില്ല. അത് പിണറായി വിജയനെ പൂർണ്ണമായി സംരക്ഷിച്ച് നിർത്തുന്ന ഒരു ഇടപാടായിരുന്നോ? അതായത് 2019 മുതൽ പിന്നെ രോഗമായിപ്പോയി. അതെ. പക്ഷേ എങ്കിലും ആ രോഗാവസ്ഥയിലും VS അച്യുതാനന്ദൻ TV കാണുന്നു, പത്രം വായിക്കുന്നു, ഇത്തരം വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ 2019 മുതൽ രോഗമായിപ്പോയി നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ ഈ കാണിക്കുന്ന അവഗണനയുടെ യഥാർത്ഥ കാരണം എന്താണെന്നറിയോ? യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് പാർട്ടി ചവിട്ടടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന പിണറായി വിജയനും VS അച്യുതാനന്ദനോടുള്ള പക. അത് മാത്രം, അതല്ലാതെ ഒന്നുമില്ല. എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം VS പിണറായിക്കെതിരെ നടത്തിയിട്ടുള്ള സമരങ്ങൾ. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഏതാണ്? ലാവ്ലിൻ കേസിൽ VS പിണറായിക്ക്
ഇപ്പോൾ ലാവ്ലിൻ കേസ് ഇപ്പോഴും ഒരു വാള പോലെ തൂങ്ങിക്കിടക്കുകയാണ്. കാരണം ഇപ്പോഴും സുപ്രീം കോടതി കിടക്കുകയാണ്. നാളെ ഈ ആ കേസിലൊരു വിചാരണ നേരിടണം പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയാണ്. ആ പകയുണ്ടല്ലോ, ആ പക തീർക്കുന്നത് കൊണ്ട് അങ്ങനെ കെട്ടക്കെട്ട കുറേ കാലം കൂടി ഇന്ന് ഉള്ള പിണറായിയുടെ പക പിണറായി വിജയൻ താവിട്ട് കൊടുക്കുന്ന സന്ദേശം ഒരുത്തനും അവിടെ ചെന്ന് തിരിഞ്ഞു കയറി പോകരുതെന്നുള്ള ഈ സർക്കുലറിൽ കൂടി അല്ലാതുള്ള സന്ദേശം ഇപ്പോൾ പിണറായിയും കൊടുക്കുന്ന സന്ദേശം എന്താ സ്വയമനം? അതായത് VS അച്യുതാനന്ദൻ ഇവിടെ പിന്നെ അത്യാസന്നതയിലേക്ക് കിടക്കുമ്പോൾ അദ്ദേഹം 10 ദിവസം അമേരിക്കയിലേക്ക് പോവുക. എന്തിനാണ് പോകുന്നത്? ചികിത്സയ്ക്കല്ല, ഒരു കൺസൾട്ടേഷന് വേണ്ടി മാത്രമാണ് പോയത്. മയോ ക്ലിനിക്കിലെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ, അതിന് വേണ്ടി മാത്രമാണ് പോയത്. പക്ഷേ അത് താവിട്ട് കൊടുക്കുന്ന സന്ദേശം എന്താ? VS അത്യാസന്നതയിലേക്ക് കിടക്കുമ്പോൾ പിണറായി അമേരിക്കയിൽ പോയി, അതുകൊണ്ട് ഒരുത്തനും അവിടെ ചെന്ന് പോകാൻ പാടില്ല. ഇത് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ എത്രയോ ദിവസം ഇപ്പം ഞാനവിടെ പോയത് എന്താ സ്വയമനെ, ഞാനവിടെ പോയത് എനിക്ക് വീട്ടിൽ നിന്ന് അസ്വസ്ഥതയാണ്. അല്ല, പക്ഷേ ആശുപത്രികൾക്ക് അവരുടെ ഒരു പ്രോട്ടോകോൾ ഇല്ലേ രോഗികളുടെ പരിചരണത്തിൻ്റെ കാര്യത്തിൽ? സ്വയമനെ ഞാൻ പറഞ്ഞത് അവിടെ ചെന്ന് VS അച്യുതാനന്ദനെ കാണുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ അവിടെ പോയിരുന്നിട്ട് പോലും ഞങ്ങൾ കണ്ടില്ല. പക്ഷേ ഞങ്ങൾ എന്തിനാണ് അവിടെ പോയിരുന്നത്? പാർട്ടി ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ അവിടെ കിടക്കുന്നു, പാർട്ടി ഉണ്ടാക്കിയ മനുഷ്യൻ അത്യാസന്ന നിലയിൽ കിടക്കുന്നു. അവിടെ കിടക്കുമ്പം ആശുപത്രി പരിസരത്തെങ്കിലും കുറേ നേരം ഇരിക്കാം എന്നുള്ളൊരു തോന്നൽ അടിസ്ഥാനത്തിലല്ലേ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഒന്നും വേണ്ട, ഒരു 10-100 പാർട്ടി അംഗങ്ങൾ, 500, 1000, 2000 ഒന്നും വേണ്ട, ഒരു 10-100 പാർട്ടി അംഗങ്ങൾ പോട്ടെ, 10-100 അല്ലെങ്കിൽ ഒരു 10-9 പാർട്ടി അനുഭാവികളെങ്കിലും അവിടെ ചെല്ലേണ്ട സുഖമാണ്. ഞാൻ പറയും ഇത്രയും അവഗണന ആ മനുഷ്യന് കൊടുക്കാൻ ആ മനുഷ്യൻ ഈ പാർട്ടി അണികളോട് ചെയ്ത തെറ്റെന്താ സുഖമാണ്? നമ്മുടെ പിണറായി വിജയന് വേണമെങ്കിൽ പകയുണ്ടെന്ന് വേണേൽ പറയാം. പക്ഷെ പാർട്ടിയുടെ അടിത്തട്ടിലുള്ളവർക്ക് അവർ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പാർട്ടി എവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ അത്? ചില ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ സഹിക്കില്ല നമുക്ക്. ചിലർക്കെങ്കിലും അപ്രിയമാകാം, എങ്കിലും ഒരു പരമസത്യം നിലനിൽക്കുന്നു. ഈ വെന്റിലേറ്റർ സപ്പോർട്ട് എത്ര കാലം അത് തീരുമാനിക്കേണ്ടത് ഒരു ഒരു വ്യക്തി ഒറ്റയ്ക്കായിരിക്കില്ല. പക്ഷേ ഒരു കൂട്ടായി മെഡിക്കൽ ബോർഡ് അല്ലെങ്കിൽ ഇവിടെ പാർട്ടിയുണ്ട്, ഭരണ സംവിധാനങ്ങളുണ്ട്, വേണ്ടപ്പെട്ടവരുണ്ട്. VSനെ സ്വന്തം ഹൃദയം പോലെ ചേർത്ത് പിടിക്കുന്ന ഒട്ടനവധി അദ്ദേഹത്തിൻ്റെ സ്നേഹിതരുണ്ട്. പക്ഷേ ഇവിടെ തികച്ചും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു, ദുരൂഹത നിലനിൽക്കുന്നു. അത് തന്നെയല്ലേ സത്യം? സുമനെ, നമ്മൾ പച്ചയായി പറഞ്ഞാൽ ഇപ്പോൾ VS ജീവിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും VSൻ്റെ ശരീരത്തിൽ ജീവൻ സ്പന്ദിക്കുന്നു എന്ന് പറയുന്നത് ആ വെന്റിലേറ്റർ സപ്പോർട്ടും ഈ ഡയാലിസിസ് ഉള്ളതുകൊണ്ടാണ് എന്ന് ആർക്കാണ് അറിയാൻ പാടില്ല. അദ്ദേഹം തിരിച്ചു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, പക്ഷെ നമുക്കറിയാമല്ലോ ഇതുകൊണ്ട് മാത്രമാണ്. അപ്പം VS എന്ന് പറഞ്ഞ മനുഷ്യനോട് കാണിക്കുന്ന പ്രതിബദ്ധത, കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, ആ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കൃത്രിമമായി ഇപ്പം എന്നോട് പലരും എനിക്ക് ഏറ്റവും വിഷമം തോന്നുന്ന കാര്യം എന്നറിയോ സുഖമനെ? എന്നോട് പലരും പറയുന്നത് VSന് മേൽ ഇപ്പോൾ ചെലുത്തുന്ന ഈ ഡയാലിസിസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ VSന് വല്ലാതെ ശരീരത്തിൽ വേദന ഉണ്ടാക്കുമെന്നാണ് എന്നോട് ആളുകൾ പറയുന്നത്. മനസ്സിലായില്ലേ? കാരണം 102 വയസ്സുകാരന് നിങ്ങൾ കൃത്രിമമായിട്ട് ഡയാലിസിസ് ഇത് കൊടുക്കുകയാണ്. അപ്പോൾ VS വല്ലാതെ വേദന അനുഭവിക്കുന്നുണ്ടാവും. പക്ഷേ VSന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വെന്റിലേറ്റർ കിടക്കുന്ന രോഗികളുടെ ഒരു അവസ്ഥ അല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യനോട് നിങ്ങൾ കാണിക്കുന്ന പ്രതിബദ്ധത എന്ന് പറയുന്നത് ആ മനുഷ്യനെ, അതൊരു സാധാരണ മനുഷ്യനായിക്കോട്ടെ, ആ മനുഷ്യനെ ഈ വേദന മുഴുവൻ തിന്നുകൊണ്ട്, ഈ വേദന മുഴുവൻ അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ കൽപ്പാന്തകാലത്തോളം തുടരാൻ അനുവദിക്കുന്നതാണോ? അതോ ഈ വേദന ഈ മനുഷ്യൻ ഇങ്ങനെ എന്തിനാണ് നമ്മളിതിങ്ങനെ അനുഭവിപ്പിക്കുന്നത്? നമ്മൾ ഇതിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നതല്ലേ ആ മനുഷ്യനോടുള്ള നമ്മുടെ പ്രതിബദ്ധത എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ 2 തരത്തിൽ വാദമുഖങ്ങൾ ഉയരാം, തെറ്റിദ്ധരിക്കപ്പെടാം. ആയിക്കോട്ടെ സ്വയമനെ, ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്. പക്ഷേ എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് ഞാൻ നടത്തുമ്പം എനിക്ക് അതിനകത്തൊരു യുക്തിയുണ്ട്. മനസ്സിലായില്ലേ? അതിലപ്പുറം VSുമായി ഒരു വൈകാരിക ബന്ധമുണ്ട്. അല്ല, അതുകൊണ്ട് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഭരണഘടനയിൽ തന്നെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കി. എന്തുകൊണ്ടാണ്? അന്തസ്സോടുകൂടി മരിക്കാനുള്ള അവകാശം. അത് മൗലികാവകാശമാക്കിയത് എന്തിനാണ്?
അതിനൊരു യുക്തി ഉണ്ടായിട്ടല്ലേ? അങ്ങനെ മരിക്കണമെന്ന് പറയുന്നവർക്കെല്ലാം ബന്ധുക്കളും മക്കളും ഭാര്യയൊക്കെ ഇല്ലേ? അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേ. പുരോഗതി ഉള്ള സമയത്തൊന്നും ഇതിനെക്കുറിച്ചിട്ട് അഭിപ്രായം പറഞ്ഞില്ല. പക്ഷേ ഇപ്പം VS, ഞാൻ പറഞ്ഞില്ല, വല്ലാതെ കിടന്ന് നരകിക്കുകയാണ് VS. മനസ്സിലായില്ലേ? VS ഒരു സാധാരണ മനുഷ്യനാണോ? VS ഈ പറഞ്ഞ പോലെ ഈ ഏഴകൾക്കും ഈ ദരിദ്രർക്കും അവർക്കും വേണ്ടിയിട്ട് എന്തുമാത്രം ജോലി എടുത്തൊരു മനുഷ്യനാണ് സോയിമാനെ VS. 82-83 വയസ്സിൽ മതികെട്ടാനും പൂയ കൂട്ടി അവിടെയെല്ലാം കയറിപ്പോയപ്പോൾ പിണറായി വിജയൻ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പം പിന്നെ പടിക്ക് ലിഫ്റ്റ് വെച്ചവനല്ലേ പിണറായി വിജയൻ? ആലോചിച്ച് നോക്ക്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനെ, ആ മനുഷ്യനോടുള്ള ഞങ്ങളുടെ സ്നേഹപ്രകടനം കൊണ്ട് ആ മനുഷ്യനെ ഞങ്ങൾ ഇനി ഒരു 2-3 വർഷത്തേക്കും കൂടെ വേദന തീറ്റിക്കും. അതല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? വേദന തീറ്റിക്കല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പം ആ മനുഷ്യനോടുള്ള നമ്മുടെ പ്രതിബദ്ധത എന്താണ്? ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറയായിരുന്നു, കോഴിക്കോട് വളരെ പ്രശസ്തനായ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ ഇതേ സ്റ്റേജിൽ വന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകൻ അമേരിക്കയിലൊരു ഡോക്ടറായിരുന്നു, സീനിയർ ഡോക്ടറായിരുന്നു. അയാളിവിടെ വന്നിട്ട് അയാൾ നേരിട്ട് തന്നെ അച്ഛൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതെല്ലാം നേരിട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് ഈ കൃത്രിമമായിട്ടുള്ള ഈ എക്യുപ്മെൻറ്റുകളുടെ എല്ലാം സാഹചര്യത്തിലാണ് അച്ഛൻ ജീവിക്കുന്നത്. അയാൾ തീരുമാനിച്ചു ഇത് അച്ഛനോട് നടത്തുന്ന പീഡനമാണ്. അച്ഛൻ ജീവിക്കുമോ ഇല്ലോ എന്നുള്ളത് ഞാൻ നേരിട്ട് തന്നെ പരിശോധിച്ചു. അച്ഛനൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല, അതുകൊണ്ട് അച്ഛൻ്റെ ചികിത്സ അവസാനിപ്പിക്കണം. അതാണ് അച്ഛനോട് ഞാൻ മകൻ എന്നുള്ള നിലയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ നീതി എന്ന് പറഞ്ഞ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണ്? ഇങ്ങനെയിട്ട് വേദന തീറ്റിക്കാൻ പാടുണ്ടോ ഒരു മനുഷ്യന്? ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും മകൻ ഇടപെട്ടിട്ട് പറയുകയാണ് അച്ഛൻ എൻ്റെ സ്വത്താണ്, അച്ഛൻ എൻ്റെ മാത്രമാണ്. അങ്ങനെയൊന്നും ഒരു മകനും പറയാൻ പറ്റില്ല. കാരണം മകൻ്റെ സ്വത്ത് മാത്രമല്ല അച്ഛൻ. പിന്നെ മകൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അച്ഛൻ ആയുരാരോഗ്യ സൗഖ്യമുള്ള സമയത്ത് പോലും അതും കൂടെ പറയാതെ പോകാൻ പറ്റില്ല സോയ്മോനെ. ഇപ്പം ഈ മകൻ എല്ലാ ദിവസവും അച്ഛന് വേണ്ടി ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ മകനെ കൊണ്ടിട്ടല്ലേ അച്ഛൻ ഏറ്റവും കൂടുതൽ നാണക്കേട് സഹിച്ചത്. ഏറ്റവും കൂടുതൽ ആരോപണ ശരങ്ങൾ VS അച്യുതാനന്ദൻ തൻ്റെ ജീവിതത്തിൽ എല്ലാ കാലവും ഏറ്റത് ഈ മകൻ V അരുൺകുമാറിനെ കൊണ്ടിട്ടല്ലേ? ഇപ്പോൾ ഒരു വിവാദ തലത്തിലേക്ക് അല്ല ഞാൻ പറയുന്നത്, VS അച്യുതാനന്ദൻ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കിടന്ന സമയത്ത് പോലും ഈ മകനെതിരായിട്ട് ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നു. ആ വിധിയിൽ എന്താ പറഞ്ഞത്? ആ വിധിയിലും ശരങ്ങളേറ്റത് അച്യുതാനന്ദൻ്റെ ചങ്കത്താണ്. അച്യുതാനന്ദൻ്റെ മകനായതുകൊണ്ടാണോ ഇങ്ങനെ അനധികൃതമായി ഈ സ്ഥാനത്ത് എത്തിയതെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചത്. അതിനുള്ള അവസരം ഉണ്ടാക്കി വെച്ചത് ആരാ? അതിനുള്ള അവസരം ഉണ്ടാക്കി വെച്ചത് മകനല്ലേ? ആ മകൻ ഒരു ദിവസം പറയുകയാണ് ഇനി എൻ്റെയാണ് അച്ഛൻ. അങ്ങനെയൊന്നും മകന് പറയാൻ പറ്റില്ല. കാരണം അച്ഛനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രോപ്പർട്ടിയാണ് അച്ഛൻ. അതുകൊണ്ട് ഇതിനകത്ത് 2 പെശകുകളുണ്ട്. ഒന്ന്, മകൻ പാർട്ടിയോട് ആവശ്യപ്പെടണമായിരുന്നു, പാർട്ടി തീരുമാനിക്കുക എന്ന് പറയണമായിരുന്നു. 1. 2, പാർട്ടി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമായിരുന്നു. ആ 2 കാര്യത്തിലും വലിയ തോതിലുള്ള വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. മകൻ ഒറ്റയ്ക്ക് അച്ഛൻ്റെ ആരോഗ്യം കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് ഒരുപാട് പിടി വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകൾ എന്താണെന്നുള്ളതൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഞാൻ തന്നെ വിളിച്ചു പറയും. കാരണം ഓരോ ദിവസവും ആശുപത്രിയിലും ICUവിലും എന്താണ് ഉണ്ടാകുന്നതെന്ന് നേരിട്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് വിളിച്ചു പറയും. ഒന്നാമത്തെ കാര്യം മകനും കൂടെ അറിയാൻ വേണ്ടിയിട്ട് ഞാനത് പറയും. 2, VS അച്യുതാനന്ദനോട് ഈ പാർട്ടി കാണിക്കുന്ന സമാനതകളില്ലാത്ത അവഗണനയ്ക്ക് ഈ പാർട്ടി നേതൃത്വം കണക്ക് പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്രയ്ക്ക് ലക്ഷക്കണക്കിന് പാർട്ടി അണികൾ മനസ്സിൽ അവർ ഉമിത്തിയായിട്ട് എരിയാണ്. ഞാൻ ചോദിക്കട്ടെ സോമനെ, ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. 2006 തെരഞ്ഞെടുപ്പ് VSൻ്റെ ഇതിലാണല്ലോ നടന്നത്. ആർക്കറിയാം 2026 തെരഞ്ഞെടുപ്പിലും ഏറ്റവും പ്രധാനപ്പെട്ട വികാരം ജീവിക്കാത്ത VS ആയിരിക്കുമെന്ന് ആർക്ക് പറയാൻ പറ്റും? നമുക്കൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. VSനോട് കാണിക്കുന്ന ഈ അവഗണന ഉണ്ടല്ലോ, ചിലപ്പോൾ ഒരു വലിയ വികാരമായി 2026 തെരഞ്ഞെടുപ്പ് പൊട്ടിത്തെറിച്ചാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ബന്ധപ്പെട്ടവരെ മകനും പാർട്ടിയും മത്സരിച്ച് VSനോട് അനീതി കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരും തർക്കവുമില്ല. ഇതിലെന്ത് വിമർശനം എനിക്കെതിരെ വന്നാലും ഞാൻ ആ വിമർശനങ്ങളെ നേരിടും, ധൈര്യത്തോട് നേരിടും. ഇത് ആ മനുഷ്യനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അങ്ങേയറ്റം സമാനതകളില്ലാത്ത, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള അനീതിയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.